ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇവിടെ ഇന്നലെ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചു. ഒരുപാട് സംഭവങ്ങളൊന്നുമല്ല, നമ്മളിപ്പോൾ പള്ളിയിൽ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്ന് വെളുപ്പിന് 5 മണിക്ക് എഴുന്നേക്കേണ്ടി വന്നു. 5 മണിക്കെന്ന് പറയുന്നത് അവിടെ ഞാൻ വിചാരിച്ചു ഒരു 8-9 മണി വരെ കിടന്നുറങ്ങാമെന്ന്. ഉറക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ പറയല്ലോ വീഡിയോ എഡിറ്റ് ചെയ്ത് കിടന്നുറങ്ങുന്നു. ഞാനൊരു 12-12:30 ആ ടൈം ആയപ്പോൾ കിടന്നുറങ്ങി. ഓക്കെ, 12:30 ആയി കിടന്ന് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ എല്ലാം ബാഗ്. അവിടെ വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു. അതായത് അവിടെ എന്ന് പറയുമ്പോൾ എനിക്കറിയാൻ സാധിച്ചത് കുറേ ആൾക്കാർ വരും. അതൊരു വലിയ ഫേമസ് പള്ളിയാണ്, മാലിക് ദിനാർ ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഒരുപാട് തീർത്ഥാടനം അങ്ങനെയൊക്കെ കുറേ പേര് വരും. അപ്പം അങ്ങനെ അവർക്ക് എല്ലാവർക്കും റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു റെസ്റ്റ് റൂം പോലെയൊക്കെയാണ്. റെസ്റ്റ് റൂം എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഒരു പായ വിരിച്ചിട്ട് അവിടെ ഫാനൊക്കെ ഇട്ടിട്ട്. പക്ഷെ അത് കൊള്ളാം, ബെറ്ററാണ്. പക്ഷെ അവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ ഒരു 5 മണി 5:30 എഴുന്നേക്കണം. അതായത് സുബൈ ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേക്കണം. അപ്പോൾ ഞാൻ കിടന്ന് എൻ്റെ കാര്യം അറിയാലോ എനിക്ക്. അതായത് ഒരു 2, 3, 4 മണിയൊക്കെ ആയപ്പോൾ ശരിക്കും ഉറക്കം വന്ന് ഉറങ്ങിയത്. 4 മണി കഴിഞ്ഞ് 5 മണി 5:15 ആയപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി തട്ടി പിടിച്ചു. അത് എന്നെ തട്ടി പിടിച്ചല്ല, ഞാൻ ജനറലായിട്ട് എല്ലാവരും ആ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തട്ടി പിടിച്ച്, പക്ഷേ എന്താണ് തട്ടി പിടിച്ച്. പക്ഷെ ആരും അങ്ങനെ എഴുന്നേച്ച്, ഞാൻ കണ്ണൊക്കെ തുറന്ന് ആരും അങ്ങനെ എഴുന്നേക്കണ പോലെ കണ്ടില്ല. കുറച്ച് 2 പേര് എഴുന്നേച്ച് പള്ളിയിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. അതും കഴിഞ്ഞിട്ടാണ് വാങ്ങി കൊടുക്കണം കാര്യങ്ങളൊക്കെ. അപ്പോൾ 5:30 ടൈമായപ്പോൾ കുറച്ചധികം പേര് ഇറങ്ങി. ഒരു 5:45, 6 മണി, കറക്റ്റ് 6 മണി, ശരി 6 മണിയായപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും, പിന്നെ അവിടെ ഉള്ള കുറച്ച് ഹിന്ദിക്കാർ, അവർ മാത്രമായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടി ഇറങ്ങി. പിന്നെ സ്വാഭാവികമായിട്ട് ഞാനും ഇറങ്ങുമല്ലോ. അപ്പം ഞാനും ഇറങ്ങി. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, 6 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകാശത്ത് വെട്ടം പോലും വെച്ചിട്ടില്ല. അതായത് സൂര്യൻ വന്നിട്ടില്ല. സൂര്യൻ ഉറക്കമാണ്, അപ്പോഴും ഉറക്കമാണ്, ആകാശം മൊത്തം ഇരുട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എണീച്ച് ബാഗും ഇതൊക്കെ പാക്ക് ചെയ്യാനൊന്നുമില്ല. ബാഗൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കണാണ്. ആകെ ഞാൻ ഈ നമ്മുടെ വണ്ടിക്കകത്ത് ഫിറ്റ് ചെയ്തേക്കണ മറ്റേ എന്താ പറയുക, ടെൻറ്റും സംഭവങ്ങളൊക്കെ ഞാൻ ഓൾറെഡി, ടെൻറ്റും പിന്നെ മറ്റേ ഒരു സ്ലീപ്പിംഗ് ബാഗും ഉണ്ട്. സ്ലീപ്പിംഗ് ബാഗ് ഞാൻ അവിടെ തലങ്ങണയായിട്ട് ഉപയോഗിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ തിരിച്ച് കെട്ടി എല്ലാം വെച്ച് സെറ്റാക്കി. അപ്പോൾ സെറ്റാക്കി ഇറങ്ങി എന്ന് പറയുന്നത് ഞാൻ ഉറക്കം തൂങ്ങി വണ്ടി ഇങ്ങനെ ഓടിക്കണ ഉറക്കം തൂങ്ങി. റോഡിൽ വേറെ സീനൊന്നുമില്ല, കാരണം തീരെ വാഹനങ്ങളൊന്നുമില്ല, എല്ലാം കംപ്ലീറ്റ് കാലിയാണ് റോഡൊക്കെ. പക്ഷെ ഞാനാകെ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കണം. എവിടെയെങ്കിലൊക്കെ പോയിരുന്നു ഇരിക്കണം, കിടക്കണം, അറ്റ്ലീസ്റ്റ് ഇരിക്കണം, ഒന്ന് റെസ്റ്റ് ചെയ്യണം, അതാണ് എൻ്റെ മെയിൻ. അപ്പം ഞാൻ ചുറ്റിക്കറങ്ങി നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് സ്റ്റാൻഡ് മെയിൻ സ്റ്റാൻഡ്, കാസർഗോഡിലെ മെയിൻ സ്റ്റാൻഡ് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ എത്തി ഞാനപ്പോൾ അതിൻ്റെ അടുത്തൊരു സെഞ്ചുറി ഹോട്ടൽ, AC നോൺ AC വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റാണ്. മാത്രമല്ല വളരെ ചെറിയ എമൗണ്ട്, ഫുഡ് നല്ല ടേസ്റ്റ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഫുഡ് കഴിച്ച്, സത്യം പറഞ്ഞാൽ ഫുഡ് കഴിപ്പല്ല, എനിക്ക് അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഞാനപ്പോൾ അവിടെ സപ്ലൈ ചെയ്ത അവിടെ അടുത്ത് പറഞ്ഞ്, ചേട്ടാ വളരെ പതുക്കെ, അതായത് ഞാൻ ഇതാണ് പൂരിയാണ് കഴിച്ചത്. ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട്. അപ്പോൾ പൂരിയാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ പൂരി ഓർഡർ ചെയ്തിട്ട് പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ പതുക്കെ കൊണ്ടുവന്നാൽ മതി, വളരെ പതുക്കെ കൊണ്ടുവന്നാൽ മതി. കാരണം എനിക്കൊന്നും നടക്കണമെന്ന് പറയാനായിരുന്നു സത്യം പറഞ്ഞാൽ. കുറച്ചൊക്കെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നല്ല അടിപൊളി വിശാലമായിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഇരിക്കാനായിട്ടുള്ള കസേര, വലിയൊരു കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്, കുറേ പത്രമൊക്കെ വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു രസമാണ് അവിടെ, നല്ലൊരു സീറ്റിംഗ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ കുറേ നേരം റെസ്റ്റ് ചെയ്ത് പതുക്കെ. ഇവിടെ കുറേ ഭാഷകളുണ്ട് ഈ കാസർഗോഡിൽ. കാരണം അപ്പോൾ ഞാനവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ബാഗ് അവിടെ ഉണ്ട്, വണ്ടി സൈഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെയാണ്, ഇന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട്, കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലേഡി എന്നല്ല, എൻ്റെ അമ്മയുടെ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞ്, എന്താണ് അമ്മ വന്നിട്ട് പറഞ്ഞ്, ഇത് എന്താണ് അവരൊരു ബാഗ് അവിടെ വെച്ച് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം, നിങ്ങളിവിടെ ഉള്ളതല്ലേ. അപ്പോൾ അവർ ആദ്യം തന്നെ പറയണത്, നിങ്ങൾ കന്നഡയാണോ, തുളുവാണോ, മലയാളിയാണോ, ഇങ്ങനെ 3 ഭാഷയാണ് അവർ ചോദിച്ചത്. നിങ്ങൾ മലയാളിയാണ്.
അല്ല ഇതൊന്ന് നോക്കിയേക്കണം, ഈ ബാഗ് ഒന്ന് നോക്കിക്കോളാം അവരുടെ അവരൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് നോക്കിക്കോളൂ, ഞാൻ ഇപ്പോൾ ഒരു അവരുടെ അവർ പോയി നോക്കി 2 മിനിറ്റ്. അപ്പോൾ 3 ഭാഷകളുണ്ട്, തുളു, കന്നഡ. കന്നഡ ഇവിടെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മക്കളുടെ പല റൈറ്റിങ്സ് എല്ലാം മലയാളം പിന്നെ കന്നഡയാണ്. മാത്രമല്ല ലാംഗ്വേജ് ആണ് എനിക്കാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാവുക. ഭയങ്കര വ്യത്യാസമൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാലും നമുക്ക് ആള് മലയാളം പറയണോ അല്ലെങ്കിൽ ഹിന്ദിക്കാരാണോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ. കാരണം ഹിന്ദിയുണ്ട് ഇവിടെ, 4 ഭാഷയുണ്ട്, ഹിന്ദിയുണ്ട്, മലയാളമുണ്ട്, കന്നഡയുണ്ട്, തുളു. ഇതൊക്കെ എല്ലാം കൂടി മിക്സ്ചറാണ് ആക്ച്വലി. അപ്പോൾ നമ്മള് ചേട്ടാ ഇവിടെ അല്ലെങ്കിൽ ഇക്ക ഇവിടെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഹിന്ദിക്കാരനായിരിക്കും, പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ നല്ല വിളിച്ചിട്ട് തുറച്ചിട്ടുണ്ടായിരിക്കുന്നത് കാസർഗോഡുള്ള ആൾക്കാർ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലം വരെ പോണേണ്. അപ്പൊ പുള്ളിക്കാരൊന്ന് വിളിക്കണം, അടുത്തൊന്ന് വിളിക്കാൻ പറഞ്ഞായിരുന്നു, വിളിക്കണം. അപ്പൊ വിളിക്കണം, അദ്ദേഹത്തിനെ വിളിക്കണമെന്ന്. അപ്പൊ അത് അങ്ങനെയാണ്. അപ്പൊ ഉറക്കാന്ന് പറഞ്ഞാൽ അപ്പൊ ഇപ്പോഴും ഇപ്പൊ ഓക്കെയാണ്, ഞാനിപ്പോ ക്ഷീണമൊന്നുമില്ല, പക്ഷെ ഉറപ്പാണ് എനിക്ക് നല്ല ക്ഷീണം വരും. അപ്പൊ നമ്മളിപ്പോ വിട്ട് മംഗലാപുരം പോവും. മംഗലാപുരം പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. പരിപാടിയല്ല, എനിക്ക് റെസ്റ്റ് ചെയ്യണം, ഒരു 2-2.5 മണിക്കൂർ നല്ല തണുപ്പത്ത് റെസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് പറ്റിയ ഒരു സംഭവം നമ്മൾ ചെയ്യും. പതുക്കെ വിട്ട് കൊടുക്കണം. മംഗലാപുരം പോണതിന് മുമ്പ് പോണ വഴിക്ക് കുറച്ച് പേരെ മീറ്റ് ചെയ്യും, അതേ പോണേണ്. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. ഇപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഹൈദറിക്ക. ഹലോ സുഹൃത്തുക്കളെ, അപ്പൊ ഞാനിപ്പോ നമ്മുടെ ഹൈദറിക്കയുടെ വീട്ടിലെത്തിയേക്കാണ്. അപ്പൊ വീട്ടിലെത്തി ഞാൻ ആദ്യം കാണുന്നു ഉള്ളില് ഉള്ളില് വിളിച്ച് ചായയൊക്കെ തന്ന്. അപ്പൊ ഞാൻ ആദ്യം കാണുന്ന ഈ ഒരു കളക്ഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ മൊത്തം നമ്മൾ ഓൾ ഇന്ത്യ ഒക്കെ ട്രാവൽ ചെയ്തതിന് കിട്ടിയേക്കുന്ന ബാഡ്ജുകൾ, അതായത് പല പല ക്ലബ്ബുകളുടെ പല പല അസോസിയേഷൻ റൈഡിങ് കമ്മ്യൂണിറ്റീസിന്റെ ഒക്കെ ബാഡ്ജുകൾ നമ്മുടെ മല്ലൂർ ട്രാവലർ എല്ലാവരും ഉണ്ട്. അതേപോലെ തന്നെ പല സർട്ടിഫിക്കറ്റ്സ്. ഇതൊക്കെ ഇത് റൈഡേഴ്സ് വേൾഡ്, ഇതൊക്കെ ഓരോ ക്ലബ്ബുകളാണ്, പല പല. അതേപോലെ ഇതൊക്കെ ഗവൺമെന്റ് അത് ആണോ അഫിലിയേറ്റഡ്? കാരണം ഞാൻ ഇതില് കണ്ടേ കേരള ഇതെന്ന് പറഞ്ഞിട്ട് കണ്ടേ ഓൾ ഇന്ത്യ റൈഡേഴ്സ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എപ്പോഴാണ് റൈഡിങ്ങിന്റെ സ്റ്റാർട്ട് ചെയ്തത്? 18 വയസ്സ് മുതലൊക്കെ റൈഡ്. അപ്പൊ എങ്ങനെ ആദ്യത്തെ ഒരു വണ്ടി എന്തായിരുന്നു റൈഡിങ്ങിന്? ബുള്ളറ്റ് അങ്ങനെ അങ്ങനെ. ഏറ്റവും കംഫോർട്ട് ഏതാണ് റൈഡിന്? എല്ലാ വണ്ടിയും ഒരുപോലെയാണ്, കംഫർട്ട് തന്നെയാണ്. അത് നമ്മളെ കംഫർട്ട് നോക്കാം. വണ്ടി സെറ്റ് ആവില്ല ശരിക്കും. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എല്ലാരും ബുള്ളറ്റ് എന്നൊക്കെ പറയും. പഴയ കാലത്ത് എങ്ങനെ വണ്ടി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റാണ്. പഴയ കാലത്ത് പിന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന ബുള്ളറ്റ്, ജാവ ഭയങ്കര. അപ്പം ഒരുപാട് വണ്ടികളൊന്നും പഴയ കാലത്ത്. ലോങ് റൈഡൊക്കെ ബുള്ളറ്റാണ്. അതുകൊണ്ടാണ് ബുള്ളറ്റ് സംബന്ധിച്ചോളം നമ്മള് ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോ ഇന്ത്യക്കാരും ഫീലിംഗ് ആണ്. ഞാൻ അതന്നെയാണ് സംശയിക്കുന്നത്. ഞാൻ എല്ലാ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റാണ്. ആ പേര് വായിക്കും. ഹെവി വണ്ടിയാണ്. റോഡ് ഗ്രിപ്പൊക്കെ നല്ല ഒരുപാട് വണ്ടികളുണ്ട്. ഇപ്പം വന്ന കാലങ്ങളനുസരിച്ച് മാറും, നമ്മൾ മാറും. ഒരുപാട് ടെക്നോളജി മുമ്പൊക്കെ എത്തുന്നതിന്റെ നേരെ പകുതി ടൈം നമുക്ക് എത്താം. ടെക്നോളജി മാറുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഹാപ്പി ജേർണി, സേഫ് റൈഡ്, വളരെ സേഫ് ആയിട്ട് റൈഡ് ചെയ്യാം.
സോ ഗൈസ് നമ്മളിപ്പോൾ ഇക്കാട് അവിടെ നിന്ന് ഇറങ്ങി. ഒരുപാട് ട്രോഫീസ് ഹൈദർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ട്രാവലിൻ്റെ. പുള്ളിക്കാരൻ ആക്ച്വലി 18 വയസ്സ് തൊട്ട് യാത്രകൾ, ട്രാവല് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഒരു നമ്മൾ റൈഡിന് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അങ്ങനെ ഭയങ്കര വലിയ റൈഡറൊന്നും അല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഞാൻ ആകെ പോയിട്ടുള്ള മൂന്നാർ അങ്ങനെ ചെറിയ ചെറിയ സ്പേസ്. അത് മാത്രമല്ല എന്താ പറയുക, ഞാൻ അടുത്തടുത്ത് പോകാനായിട്ട് ബൈക്കിനേക്കാളും കൂടുതൽ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്ന സ്കൂട്ടറാണ്. ബിക്കോസ് കംഫോർട്ട് കാരണം. അപ്പോൾ ഇക്കാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല, പുള്ളിക്കാരനൊക്കെ വളരെയധികം റൈഡ് ചെയ്ത് ഒരുപാട്. കാരണം വളരെയധികം റൈഡ് ചെയ്യണേക്കാളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വളരെ സേഫായിട്ട് റൈഡ് ചെയ്യുന്നത്. അതാണ് പുള്ളിക്കാരനൊക്കെ ഏറ്റവും കൂടുതൽ റൈഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ റോഡ് മൊത്തം കൺഫ്യൂഷനാണ്. ഹൈവേയുടെ പണി കിടക്കണോണ്ടേ നമുക്ക് മനസ്സിലാവുന്നില്ല. ഡീവിയേഷൻസ് കുറേ ഉണ്ടെന്നേ, ആണ് പ്രശ്നം. മാപ്പ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഐഫോൺ എൻ്റെ മറ്റേ OnePlus ചാർജ് ഫുള്ളാണ് സുഹൃത്തുക്കളെ. അത്യാവശ്യം നല്ല ചാർജ് ഉണ്ട്. കാരണം നമ്മൾ ഇതിൽ ചാർജ് ചെയ്താണല്ലോ പോകുന്നത്. ഐഫോണാണെങ്കിൽ തീരെ ചാർജ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഐഫോൺ എടുത്തിട്ട് കുത്തിയിട്ട്, ഐഫോണിൽ മാപ്പ് വെക്കുന്ന പല ശോകമാണ് ഐഫോണിൽ. കാരണം ഇതിൻ്റെ അകത്ത് മാപ്പ് വെച്ചാലെന്ന് പറഞ്ഞാൽ ഒന്ന് ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് പോവും. അത് മാത്രമല്ല ഫോൺ നന്നായിട്ട് ചൂടാവും. വെയിലാണ്, എന്തായാലും ഹീറ്റാവും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല നിങ്ങളുടെ അടുത്ത് ഗൈസ്, ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല, ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ മംഗലാപുരം പോവാ, അവിടെ നിന്ന് നേരെ ഗോവ. ഇന്ന് തന്നെ നമ്മൾ, അതായത് ഈ ഒരു ദിവസം തന്നെ നമ്മൾ എന്തായാലും ഗോവയിലേക്ക് പോയിരിക്കും. നൈറ്റ് എന്തായാലും ഗോവ എത്തുമ്പോൾ നല്ല രാത്രിയാവും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ റൈഡ് ചെയ്യും സേഫായിട്ട്. നമ്മൾ അത്യാവശ്യം പതുക്കെയൊക്കെ തന്നെ പോകുള്ളൂ, സേഫായിട്ട് റൈഡ് ചെയ്യും. അപ്പോൾ മംഗലാപുരം എത്തിയിട്ട് എനിക്കൊരു സ്ഥലത്ത് പോകണം, ക്ഷീണം മാറ്റാനായിട്ട്. കുറച്ച് നേരം നമ്മളൊരു റിലാക്സേഷന് പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. എന്നിട്ട് നമ്മൾ പതുക്കെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം ഗോവയിലേക്ക്. വേറെ എവിടെ സ്റ്റോപ്പും കാര്യങ്ങളൊന്നുമില്ല, ഗോവയിലേക്കാണ് പോകണം. പിന്നെ അവിടെ ചായ കുടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ നമ്മളെന്തായാലും നിർത്തണമല്ലോ, അങ്ങനെ നിർത്തൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. പിന്നെ കുറേ പേര് പറഞ്ഞായിരുന്നു, കുറേ പേരുള്ളൂ, ഒരു പുള്ളി പറഞ്ഞായിരുന്നു ഇതിൻ്റെ എന്താ പറയുക മിററിൻ്റെ റെഡിയാക്കണം. ആക്ച്വലി അത് മിററിൻ്റെ ഇത്തിരി ശോകമാണ്. മിറർ നമുക്ക് ഇമ്പോർട്ടൻ്റ്. ബാക്കിലെ വണ്ടി വരുമ്പോൾ മിറർ ഇങ്ങനെ നോക്കിയിട്ട് വേണം കാണാനായിട്ട്. എനിക്ക് മിററിനെ ശരിയാക്കണം. മിററിന് കുഴപ്പമില്ലായിരുന്നു സുഹൃത്തുക്കളെ. ഒരു മിറർ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഒരെണ്ണത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ ഈ ഹെൽമെറ്റ് കൂടിയിട്ടേ നേരെ മിററിലേക്കാണ് നോക്കുന്നത്. അങ്ങനെ ഇതായതാണ് അതിൻ്റെ ആ ഒരു ഗ്രിപ്പ് പോയി. അതിൻ്റെ നിൽക്കുന്നതിൻ്റെ ഒരു ഗ്രിപ്പ് ഉണ്ടല്ലോ, അത് പോയി. അത് എന്തായാലും ആ മിറർ റീപ്ലേസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ, ആ ഒരു ഭാഗം മാത്രമായിട്ട്. പിന്നെ ഇവിടെ നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. ഇപ്പോൾ തണുപ്പ് ഭയങ്കര ചൂടില്ല. അതായത് ഈ സമയം നല്ല ഉച്ച സമയമാണ്, ഉച്ച 11:25. എന്നാൽ അത്രക്ക് ഒരു ചൂടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെന്തായാലും 12:20 കുറച്ച് നേരത്തിനുള്ളൊരു അരമുക്കാൽ മണിക്കൂറിൽ തന്നെ മംഗലാപുരം എത്തും. അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം.
സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മളെന്ത് ചെയ്തതെന്നറിയാവോ? നമ്മൾ ആക്ച്വലി മംഗലാപുരത്തേക്ക് ലൊക്കേഷൻ ഇട്ട്. പക്ഷേ ഞാൻ അതിന് മുമ്പ് തന്നെ PVR ലൊക്കേഷൻ ഇട്ടത്. അപ്പോൾ PVR ലൊക്കേഷൻ ഇട്ടപ്പോൾ വന്നതെന്ന് പറയുന്നത് നെക്സസ് മാളാണ്. ഇതും മംഗലാപുരം നെക്സസ് മാളിലേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരുപാട് റൈഡിങ് ഗിയേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ബാഗ് ഉണ്ടായിരുന്നു, പിന്നെ വണ്ടിക്കകത്ത് നമ്മുടെ എന്താ പറയുക ടെൻറ്റ്, പിന്നെ മറ്റേ സ്ലീപ്പിംഗ് ബാഗ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ എല്ലാം എടുത്ത് അവിടെ നിന്ന് എല്ലാം റോപ്പടക്കം എല്ലാം എടുത്ത്, വണ്ടിക്കകത്ത് നിന്ന് എല്ലാം എടുത്ത്. അപ്പോൾ എല്ലാം ബാഗിലാക്കി കുറേയൊക്കെ കയ്യിൽ പിടിച്ച് ഹെൽമെറ്റ് അടക്കം ഞാൻ എടുത്ത് എല്ലാം എടുത്ത് നേരെ നമ്മൾ ഇവിടെ കണ്ട PVR നേരെ എല്ലാം കൊണ്ട് PVR കൊടുത്തു നമ്മൾ. അപ്പോൾ PVR കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ പടത്തിന് ബുക്ക് ചെയ്ത് ഇവിടെ ഇപ്പോൾ വന്നിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചാണ്. നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഓൾറെഡി സിനിമ ഡൊമിനിക് ആൻഡ് ലേഡീസ് ഫസ്റ്റ് മമ്മൂക്കയുടെ പടം ഉണ്ടായിരുന്നു. പക്ഷേ അത് 11 മണിക്കായിരുന്നു ഷോ. അപ്പോൾ ഞാൻ അത് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ബുക്ക് ചെയ്യായിരുന്നു നന്നായി. ബുക്ക് ചെയ്തതിനായിരുന്നെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഇപ്പോൾ 12:50-55 പിന്നെ ഞാനൊന്ന് വാഷ്റൂമൊക്കെ പോയി മൊത്തത്തിലൊന്ന് സെറ്റായി എല്ലാം കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇനി ഷോ ഉള്ളതെന്ന് പറഞ്ഞാൽ 2:50 അപ്പോൾ അത് തന്നെ ബുക്ക് ചെയ്താൽ. ഇവിടെ വേറെയും സിനിമകൾ ഇഷ്ടംമാതിരി ഉണ്ട്, പക്ഷെ എല്ലാം തുളു അതേപോലെ കന്നഡ പടങ്ങളാണ്. അത് കണ്ടിട്ട് കാര്യമില്ലല്ലോ, ഒരു മലയാളം പടത്തിന് കയറണ്ടേ. അപ്പം ഞാൻ ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ പൂമാൻ അങ്ങനെ ഒരു പടം, മലയാളം പടം PVR ഇപ്പോൾ തുടങ്ങും, 2:50 തുടങ്ങും. അപ്പോൾ എനിക്ക് ആയത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സിനിമ ബുക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഏകദേശം ആയ എമൗണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, പൊന്മാൻ ഏകദേശം എനിക്ക് ആയതെന്ന് പറയുന്നത് 39 രൂപയാണ്, 30 രൂപയാണ്. ടിക്ക ബിരിയാണി, Kerala style green masala biryani kebab. Okay. Tikka biryani. All are same price, right? No, mega rice mega como big one. All are same price, right? Same rice. Excuse me, mega como 2%. Which will be the best for All three is best. If you like masala, to go for this two or this one. Without masala, that's 2 masala biryani. then this one? Kebab combo masala പൊടിച്ചാണ്ട് kebab കബാബിൻ്റെ കോംബോ 200 രൂപ, റൈസ് കബാബ് കറി. മേക്ക് ഇറ്റ് ദിസ് വൺ. One, യാ kebab combo. യാ നമ്മുടെ ഫുഡ് കഴിക്കാൻ നല്ല ടേസ്റ്റ്, ഒരു രക്ഷയില്ല. ശരിക്കും ചോറ് ഇങ്ങനെ എടുക്കുക, കഷ്ണം ഇവിടെ എടുക്കുക, മസാല ഇടട്ടെ, ഇതിൻ്റെ ഗ്രേവി ഇങ്ങനെ ഇടുക, എന്നിട്ടിങ്ങനെ കുഴക്കുക എന്നിട്ട് തിന്നുക. ചിക്കൻ സൂപ്പർ കേട്ടോ, അടിപൊളി.